ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പിന്നെ ഗൈസ്, ഞങ്ങൾ ഗൂഡല്ലൂർ പോയപ്പോൾ ഇവിടെ ഒരു ആനയൂട്ട് പോലെ വന്നിട്ടൊരു ഇതുണ്ട് കേട്ടോ, മൃഗശാലയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഗൂഡല്ലൂർ കുടുംബസംഗമം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു പരിപാടിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. വന്നപ്പോൾ ശരി, പിന്നെ എന്തായാലും ഗൂഡല്ലൂർ വന്നിട്ട് വെറുതെ തിരിച്ചു വരുന്നത് നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ മൃഗശാലയ്ക്ക് വന്നതാണ് കേട്ടോ. ഇത് മൃഗശാല ആനയൂട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. അവരിനെ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അത് എന്തൊക്കെ ഫുഡാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെയോ ചേർത്തിട്ടൊരു കുറച്ച് ഫുഡ്, അത് എന്തൊക്കെയാണെന്ന് അറിയില്ല. അതിൽ കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പ്, തേങ്ങ, അവിലോ ചക്കരയോ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫുഡ് തയ്യാറാക്കി കൊടുക്കുകയാണ് കേട്ടോ. സംഗതി സൂപ്പറാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് തിരക്കായിരുന്നു അവിടെ. പിന്നെ ആന മാത്രമൊന്നുമല്ല, അവിടെ മയിലും കുരങ്ങും മാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെയൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരുപാട് ലോങ്ങാണ് അവർ നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണ് കേട്ടോ ആനയൂട്ട് പോരാ. ഇതുണ്ടോ, അവിടെ നിറയെ തിരക്കുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും 5 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ്. 6 മണി വരെ 1 മണിക്കൂറേ ഉള്ളൂ പ്രവേശനം. അപ്പോൾ ഞങ്ങൾ 5 മണി വരെ അവിടുത്തെ 5 മണിക്ക് പരിപാടികൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ ശരി, ഇതൊന്ന് കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെയും ആനയൂട്ടുപുരയിൽ കയറി. ഇനി ഇതാ ഇപ്പോൾ കുറച്ച് നേരത്തിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികൾ അവിടെ ഇവിടെയും കളിക്കലും മോഡലും മറിയലൊക്കെ ആയിരുന്നു. അവർക്കൊരു രസമാണല്ലോ. അവർക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഒരു രസമാണല്ലോ. പുറത്ത് പോകുകയെന്ന് വെച്ചാൽ തന്നെ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. യാത്ര ചെയ്യാനും പിന്നെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് നടക്കാനും നമ്മളെ വിഷമങ്ങളൊക്കെ മറക്കാനും കുറച്ച് നേരമാണെങ്കിലും സന്തോഷത്തോടെ നല്ലൊരു മനസ്സറിഞ്ഞ് സന്തോഷിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എല്ലാം മറന്ന് സന്തോഷിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇതാ ആനയൂട്ടും. ഇതാണ് ആനയ്ക്ക് ഭക്ഷണം തയ്യാറാക്കുകയാണ് കേട്ടോ. അതാണ്ടോ അവരൊക്കെ റെഡിയാക്കുകയാണ്. അതിൽ കരിമ്പും ചക്കരയും പിന്നെ എന്തൊക്കെയോ സാധനമായിട്ടൊക്കെ ചേർത്തിട്ടാണ് ഫുഡ് കൂട്ടി എടുക്കുന്നുണ്ട്. അതാ കൊണ്ടുപോകണം കേട്ടോ ആനയ്ക്ക് കൊടുക്കാൻ. ഒരാനയൊന്നുമില്ല, ഒരുപാട് ആനയുണ്ട്. അവർക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. 1 മണിക്കൂറേ ഉള്ളൂ. ഇത് സന്ദർശകർക്ക് 1 മണിക്കൂർ ടൈമേ ഉള്ളൂ. അത് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. ആന വാങ്ങിച്ചു. അങ്ങനെ ഇനി ഓരോരുത്തർക്കായിട്ട് അവരിങ്ങനെ ഫുഡ് കൊടുക്കും. അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും കളിച്ചിട്ടും തിരക്കാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാനും കൂടെ പറ്റില്ല. അത്രയും തിരക്കണം. തിരക്കിയിട്ടൊക്കെ പോയിട്ട് വേണം വീഡിയോ എടുക്കാൻ. അങ്ങനെ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്കാണെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടോ ഞാൻ ഉണ്ടായിരുന്നില്ല. ശരി, അപ്പോൾ ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയില്ല, അറിയണ പോലെ ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും വരുമാനം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. മക്കളെ വളർത്തണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഫുഡ് കൊടുത്ത് കഴിയാനായിരിക്കണം കേട്ടോ. എന്താ തുമ്പിക്കൈയൊക്കെ ഇപ്പുറത്തേക്ക് ഇട്ട് ആന അപ്പുറത്തും അതിൻ്റെ കൈ ഇപ്പുറത്തും ഇട്ടിട്ട് നിൽക്കുകയാണ്. എന്തോ ഈ ലോങ് ആയിട്ട് ഇങ്ങനെ കാണുന്ന അവിടേക്കൊക്കെ നിറയെ മൃഗങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതാണ്. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് വരിക. ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകാമെന്നുള്ളതായിട്ടോ. സമയം 6 മണിയോടടുത്തു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഇതാ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല